ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മെട്രോലാൻഡ് റിയൽറ്റേഴ്സിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കൂനമ്മാവിനടുത്ത് നീറിക്കോട് എന്ന ലൊക്കേഷനിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. 4 സെന്റ് സ്ഥലത്ത് 1400 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ് ഇത്. നീറിക്കോട് ജംഗ്ഷനിലേക്ക് 350 മീറ്ററും ഇടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്ററും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് 16 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്ററും കൂനമ്മാവിലേക്ക് 5 കിലോമീറ്ററും കൊങ്ങോർപ്പള്ളിയിലേക്ക് 4 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. എറണാകുളം ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളത്ത് ഒരു വീട് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ് ഈ ഡ്രീം ഹോം. സ്വന്തമായി ഒരു വീട് സ്വപ്നം കാണുന്ന എല്ലാവർക്കും വളരെ അനുയോജ്യമായ ഒരു വീട് തന്നെയാണ് ഇത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രകൃതി രമണീയമായ ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നഗരഹൃദയത്തിൽ ശാന്തസുന്ദരമായ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ ഒരിടത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലയുടെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ നടക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരു ടാറിംഗ് റോഡാണ് നമ്മളിവിടെ കാണുന്നത്. ടാറിംഗ് റോഡിൽ നിന്ന് നേരിട്ട് ഇൻറ്റേർണൽ റോഡ് കൊടുത്ത് ടൈലുകൾ വിരിച്ച് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു റോഡാണ് ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത്. മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. CMC കട്ടിങ്ങിൽ ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ഗേറ്റാണ് ഈ വീടിൻ്റെ മുൻപിലായി കൊടുത്തിട്ടുള്ളത്. പില്ലറുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ മുൻഭാഗത്തായി നല്ലൊരു എലിവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വീടിൻ്റെ പെയിൻറ്റിങ് വർക്കുകളും നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു വീടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചാൽ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 or 3 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ വീടിൻ്റെ മുറ്റം നിർമ്മിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ 2 സ്റ്റെപ്പുകൾ കൊടുത്ത് ടൈലുകൾ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് മുൻഭാഗത്തായി നമുക്ക് കിട്ടുന്നത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തൂണുകളിൽ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. വിശാലമായ ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ബോക്സി ടൈപ്പിൽ പാർട്ടീഷൻ ചെയ്ത് വളരെ മനോഹരമാക്കി നിർമ്മിച്ചിട്ടുള്ള ജാലി വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു പാർട്ടീഷനാണ് നമുക്ക് ഈ ഭാഗത്തായി കിട്ടുന്നത്. സീലിങ്ങിൽ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്.
അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയായി വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തായി ഒരു വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് ഏരിയയും ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയയിൽ സീലിംഗിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഭംഗിയുള്ള വിശാലമായ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായി മനോഹരമായ ഒരു വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. 2 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വാൾഡ്രോബാണ് ഇവിടെ കിട്ടുന്നത്. ഡ്രസ്സിംഗ് ഏരിയയും അതിനോട് ചേർന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു വാൾഡ്രോബാണ്. നിറയെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ നമുക്കിതിൽ കിട്ടുന്നു. സീലിംഗിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ മനോഹരമായ കിച്ചൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഭംഗിയുള്ള ഒരു കിച്ചനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു കിച്ചൻ നമുക്കിവിടെ ലഭിക്കുന്നു. ഈ കിച്ചൺ ടോപ്പായി കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. L ഷേപ്പിലാണ് കിച്ചൺ ടോപ്പായി കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി മനോഹരമായ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി നിറയെ സ്റ്റോറേജ് ഏരിയ കിട്ടുന്ന വിധത്തിലാണ് കബോർഡ് വർക്കുകൾ ചെയ്ത് വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊടുത്ത് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സ്റ്റെയർ കേസിൻ്റെ മുകളിലായി സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അവിടെ പർഗോളകൾ കൊടുത്ത് സൺലൈറ്റ് നേരിട്ട് വീട്ടിലേക്ക് വരുന്ന വിധത്തിലാണ് ഈ വീടിൻ്റെ പർഗോളകളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് അപ്പർ ലിവിംഗ് ഏരിയയുടെ സ്ഥാനം. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് വലിപ്പമുള്ള ഒരു ബെഡ്റൂമിലേക്ക് കടക്കാം. ഈ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമായി കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. 2 പാളികളിൽ നിർമ്മിച്ചിട്ടുള്ള വാർഡ്രോബുകളും അതിനോട് ചേർന്ന് ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണി നമുക്കിവിടെ കിട്ടുന്നു. ഈ ബാൽക്കണിയുടെ ഹാൻഡ് റെയിലായി കൊടുത്തിട്ടുള്ളത് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിലാണ്. അതിനിടയിൽ ടഫ്ലൻ ഗ്ലാസ് കൊടുത്ത് വളരെ ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഈ വീടിൻ്റെ വിശാലമായ മുറ്റവും മറ്റു വീടുകളും റോഡും പ്രകൃതിയും എല്ലാം ആസ്വദിക്കാവുന്ന രീതിയിലാണ്
ഈ ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഓപ്പൺ ടെറസിലേക്ക് കടക്കാം. ഇവിടെയായി നമുക്ക് ഒരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഇതൊരു യൂട്ടിലിറ്റി ഏരിയയായി ഡ്രസ് വർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. മുകളിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടി പ്രത്യേകം സ്റ്റീലിൻ്റെ ഒരു ഹാൻഡ് റെയിൽ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. മുകളിൽ വിശാലമായ ഓപ്പൺ ടെറസ് ഏരിയ അവിടെയും ലഭിക്കുന്നു. ഈ മനോഹരമായ വീടിന് ഉടമ ചോദിക്കുന്ന വില 58 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഡൗൺ പേയ്മെൻറ്റായി എടുക്കുവാനുണ്ടെങ്കിൽ 90% ലോണോടുകൂടി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങളൊരു വീടോ സ്ഥലമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇനി ഒട്ടും മടിക്കേണ്ട. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള 100% വിശ്വസ്തയോടെ ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറി മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയർ എന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ വില കുറഞ്ഞതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിട്ടുള്ള നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുവാനും മടിക്കാതിരിക്കുക. തീർച്ചയായും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ അഡ്വർടൈസ് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.